എല്ലാവർക്കും നമസ്കാരം. ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോൺസൺ മാസ്റ്റർ ഏറ്റവും പോപ്പുലറായ തീമാണ് ഈ തോവാനത്തുമ്പികളുടെ ക്ലെയറാ തീം. അത് പല ഇൻസ്ട്രുമെൻറ്റിലും പലരും വായിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ വീഡിയോ കവറായിട്ട് വയലിനും ഗിറ്റാറും 2 വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗിറ്റാറിൻ്റെ ഈസി ട്യൂട്ടോറിയലാണ് ഇന്നിപ്പോൾ നമ്മളോട് ചെയ്യുന്നത്. എഫ് മേജർ സ്കെയിലാണ് അത് എൻ്റെ ബേസിക് കീ. പിന്നെ എഫ് മേജറിൽ നിന്ന് അത് മോഡുലേറ്റ് ചെയ്ത് വേറെ പല സ്കെയിലേക്കും പോകും. എന്നിട്ട് തിരിച്ച് എഫ് മേജറിൽ തന്നെ മടങ്ങി വരും. ഒരു എന്താ പറയുക, വളരെ ക്ലാസിക്കായിട്ട് എല്ലാവരും കരുതുന്ന 80കളിലെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് എല്ലാ ന്യൂ ജനറേഷനും എല്ലാവരും പറയുന്ന തീമാണത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് എഫ് മേജർ സ്കെയിലാണ്. അപ്പോൾ ആദ്യം എഫ് മേജർ സ്കെയിൽ 2 ഒക്ടേവ്സ് ഞാൻ ഈ ഗിറ്റാറിൻ്റെ ഡി സ്ട്രിങ്ങിൽ ഒന്ന് പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് പിന്നെ ഈ തീമിലേക്ക് വരാം. ഡി സ്ട്രിങ്ങിൽ 3rd ഫിംഗർ 3rd ഫ്രെറ്റ് എഫ് മേജറാണ് കീ ബേസിക്. അതിൽ നമ്മൾ എഫ് നോട്ടിൽ നിന്നുള്ള സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എഫ് ജി എ ബി ഫ്ലാറ്റ് സി ഡി ഇ എഫ് ജി എ ബി സി, തിരിച്ച് ഡിസെൻഡിങ്, ഇത്ര നോട്ട്സാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അതിൽ ചില സ്ഥലത്ത് ഞാൻ പൊസിഷനിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ഫ്രെറ്റ് നമ്പറും കേട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ ഈ തോവാനത്തുമ്പിൾ ക്ലെയറാ തീം ഞാൻ 60 ടെമ്പോ ഇപ്പോൾ മെട്രോണോ വെച്ചിട്ടുണ്ട്. അതിൽ ഫുള്ളായിട്ടൊരു തവണ പ്ലേ ചെയ്യാം റഫായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, 2 3 1 2 3 4 3 4. ഇപ്പോൾ നമുക്ക് ഇത് സ്ലോ ആയിട്ട് ഓരോരോ ലൈനായിട്ട് നോക്കാം. എഫ് മേജറാണ് ഇതിന് കീ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. എഫ് മേജർ കീ, പിന്നെ അത് മോഡുലേറ്റ് ചെയ്ത് ഓരോരോ ലൈനിലേക്ക് പോകും. നോട്ട്സ് നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. ഈ സ്ട്രിങ്ങിലെ എ നോട്ട്, അതായത് 5th ഫ്രെറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. 5th 3rd ഫസ്റ്റ് ഫിംഗർ, വീണ്ടും 3rd, പിന്നെ അത് താഴത്തോട്ട് ഇവിടെ ഫസ്റ്റ് പൊസിഷൻ സി സി എഫ് ജി. അപ്പോൾ ആദ്യത്തെ എ ജി എഫ്, പിന്നെ ഇവിടെ സി എഫ് ജി, എ ജി എഫ്, സി എഫ് ജി ആണ്. ഇവിടെ നിന്ന് തുടങ്ങുന്നു. എ ജി എഫ്, സി എഫ് ജി, എ ജി. ഒരു ബീറ്റ് കഴിഞ്ഞിട്ട് ഹാഫ് ബീറ്റ് റെസ്റ്റിലാണ് തുടങ്ങുന്നത്. അതായത് 1 2 3 4 1 1 1 1. ഇവിടെ ഡി നോട്ട്, ഡി സ്ട്രിങ്ങിൽ 3rd ഫ്രെറ്റിൽ ഫസ്റ്റ് ഫിംഗർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ സ്ട്രിങ്ങിലെ എ നോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ വരും. വീണ്ടും എ 3rd ഫിംഗറിൽ വന്ന് നോക്കും, 5th ഫ്രെറ്റിൽ ഫസ്റ്റ് ലൈൻ. ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് ലൈൻ 1
ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ജി ടു എ സി സി. 8th നോട്ട് സിയിലേക്ക് ഫിംഗർ, 4th ഫിംഗർ വന്നിട്ട് വീണ്ടും ജി എ. അതാണ് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ നോക്കുക. നമ്മളിപ്പോൾ 8th ഫ്രക്റ്റിലേക്ക് ഫസ്റ്റ് ഫിംഗർ സി നോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഫിംഗർ, തേർഡ് ഫിംഗർ, പിന്നെ അങ്ങനെയാണ് അത് പോകുന്നത്. സി ഡി സി ജി ജി എഫ് ഇ എഫ് ജി സി. സി ഡി സി ജി എഫ് ഇ എഫ് ജി സി. അതാണ് നോട്ട്. ദട്ട് പൊസിഷനിൽ നമ്മൾ അപ്പുറത്തെ സ്ട്രിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 8th പൊസിഷൻ, 8th ഫ്രക്റ്റിൽ ഇതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് താഴത്തോട്ട് പോകേണ്ടി വരും. അത്രയ്ക്കും ഡിലേ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് വേണ്ടി വരും. അനുവാദം ഇവിടെ. അടുത്തത് ബി നാച്ചുറൽ. 7th പൊസിഷനിലേക്ക് ഫസ്റ്റ് ഫിംഗർ വന്നിട്ട് ബി ഡി ബി ബി നാച്ചുറൽ ഡി ബി. പിന്നെ ഒരു ഫിംഗർ ഇറങ്ങി 6th ഇറങ്ങിയിട്ട് ബി ഫ്ലാറ്റ് ഡി ബി ഫ്ലാറ്റ് എ നോട്ടിൽ ലാൻഡ്. അതായത് 1 1 2 3 4 ബീറ്റ്സ് ഉണ്ട് ആ നോട്ട് എ ഇവിടെ. പിന്നെ നെക്സ്റ്റ് ലൈൻ നമ്മൾ ലോവർ, താഴത്തോട്ട് പോകണം. ലോവർ പൊസിഷനിലാണ് ആ ഷിഫ്റ്റിംഗ് പോകുന്നത്. എ മേജറിലും ഡി മൈനർ കീയിലേക്ക് മോഡുലേറ്റ് ചെയ്യണം. പിന്നെ ബി ഫ്ലാറ്റ് അങ്ങനെ. ജി സ്ട്രിങ്ങിലെ സെക്കൻഡ് ഫിംഗർ എ. അതും ഒരു ഹാഫ് ബീറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് എ ബി സി ഷാർപ്പ് ഡി എ ഡി സി ബി ഫ്ലാറ്റ്. അടുത്ത ഫ്രേസിന് 4th ഫ്രക്റ്റിലെ ജി സ്ട്രിങ്ങിലെ ബി നാച്ചുറലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ബി 4th ഫ്രക്റ്റിലെ ബി നാച്ചുറൽ, പിന്നെ ജി ഓപ്പൺ, ഡി സ്ട്രിങ്ങിലെ സെക്കൻഡ് ഫിംഗർ എ. പിന്നെ ഇവിടെ സി ബി ഫ്ലാറ്റ് എ സി ബി ഫ്ലാറ്റ് എ. അതായത് 5th ഫ്രക്റ്റിലെ തേർഡ് ഫിംഗർ സി, തേർഡ് ഫ്രക്റ്റിലെ ബി ഫ്ലാറ്റ്. അതേ ഫസ്റ്റ് ഫിംഗർ തന്നെ സെക്കൻഡ് ഫ്രക്റ്റിലേക്ക് ഇറക്കും. ഇപ്പോൾ വീണ്ടും നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിലേക്ക് വന്നിട്ട് ഫസ്റ്റ് സി നോട്ട്. ഇവിടുന്ന് വീണ്ടും ഒരു മോഡുലേഷനാണ്. 2-3 ഷിഫ്റ്റിംഗ് വരും. അപ്പോൾ സി ഡി ഇ ഫ്ലാറ്റ് എഫ് സി ഡി ഇ ഫ്ലാറ്റ്. അതായത് എഫ് ഇ ഫ്ലാറ്റ് ഡി ഫ്ലാറ്റ്. പിന്നെ എ ഫ്ലാറ്റ് ഇവിടെ ജി സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫിംഗർ എ ഫ്ലാറ്റ്. വീണ്ടും 4th ഫിംഗർ ഇവിടെ ഇ ഫ്ലാറ്റ് ഡി ഫ്ലാറ്റ് സി. ഇവിടെ ബി ഫ്ലാറ്റ് സി. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്ലേ ചെയ്താൽ ഫസ്റ്റ് പൊസിഷൻ തന്നെ ബി ഫ്ലാറ്റ് ഡി ഫ്ലാറ്റ് സി ബി ഫ്ലാറ്റ് സി. അങ്ങനെ വരും. ലാസ്റ്റ് ലൈനിൽ ചെറിയ കൺഫ്യൂഷൻ വരും. സി ഡി ഇ ഫ്ലാറ്റ് എഫ് സി. അല്ലെങ്കിൽ ഇതേ പൊസിഷൻ ഇവിടെ വായിച്ചാൽ സി ഡി ഇ ഫ്ലാറ്റ് എഫ് എഫ് ഇ ഫ്ലാറ്റ് ഡി ഫ്ലാറ്റ്. ആ ഡി ഫ്ലാറ്റ് മാത്രം സെക്കൻഡ് ഫ്രക്റ്റിലെ സെക്കൻഡ് ഫിംഗർ. ഇ ഫ്ലാറ്റിന് 4th ഫിംഗർ, സെക്കൻഡ് ഫിംഗർ ഫസ്റ്റ് ഫിംഗർ ബി ഫ്ലാറ്റ്. ഇവിടെ ജി സ്ട്രിങ്ങിൽ തേർഡ് ഫിംഗർ ബി ഫ്ലാറ്റ് സി ഫസ്റ്റ് ഫിംഗറിൽ ഫിനിഷ്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഫ്രക്റ്റ് നമ്പറുകൾ ഒരുവിധം കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. ലാസ്റ്റ് ലൈൻ ഒന്നുകൂടി വായിക്കാം.
ഇതാണ് ഒരു ഓർഡറിൽ വരിക. ഇത് ഓരോ ലൈനായിട്ട് ഞാൻ സെപ്പറേറ്റ് വായിച്ചിട്ടുണ്ട്. മാക്സിമം ഫ്രെറ്റ് നമ്പറും പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രെറ്റ് നമ്പർ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നു. അതിന് മുന്നേ നമ്മൾ ഈ എഫ് മേജർ സ്കെയിൽ ഞാൻ നേരത്തെ പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇത് തനിയെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ ഇത് പ്രാക്ടീസ് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ഗിറ്റാർ കവറുണ്ട് ഇതിൻ്റെ സെയിം തോവാനത്തുമ്പികൾ തീമിൻ്റെ. അത് ആദ്യം കണ്ടു നോക്കുക. എന്നിട്ട് പിന്നെ ഈ നോട്ട്സും ഈ വീഡിയോയും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ കുറച്ച് എഫ് മേജർ സ്കെയിലിൽ നിന്ന് മോഡുലേറ്റ് ചെയ്ത് പല സ്കെയിലിലേക്ക് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ഫ്രെറ്റ് ചേഞ്ചൊക്കെ അതേപോലെ കീപ്പ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.